ഫസ്റ്റ് സെമിസ്റ്ററിലെ ഹിന്ദി സാഹിത്യ ഇതിഹാസ് എന്ന ഈ പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ അധ്യായമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ അധ്യായത്തിന്റെ പേര് ആദികാൽ കെ വർഗീകരൺ और विभिन्न नामकरण. ആദികാലത്തിന്റെ വർഗീകരണവും വിഭിന്ന നാമകരണം എന്ന് പറയുമ്പോൾ ഈ ആദികാൽ എന്ന ടോപ്പിക്കിൽ തന്നെ പല ആചാര്യന്മാരും പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ആചാര്യ രാമചന്ദ്ര ശുക്ല വീരഗാഥാക്കാർ ആദികാൽ എന്ന് പേര് കൊടുത്തു, ഹസാരി പ്രസാദ് ദ്വിവേദി ആദികാൽ എന്ന് പേര് കൊടുത്തു. അങ്ങനെ ഓരോ മഹാന്മാരും എന്ത് പേരാണ് കൊടുത്തിരിക്കുന്നത് എന്നും ഈ കാലക്രമത്തിന്റെ മറ്റു വിശേഷതകളും ഒക്കെ നമ്മൾ ഡീപ്പായിട്ട് ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ പാഠത്തിലെ മെയിൻ ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. ആദികാൽ के विभिन्न नामकरण के बारे में समझना. ആദികാലത്തിലെ വ്യത്യസ്ത പ്രകാരത്തിലുള്ള പേരുകളെ കുറിച്ച് പഠിക്കുക. രണ്ടാമത് നാമകരണം की संबंधित समस्याओं के बारे में समझना. ഈ പേര് കൊടുക്കുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് കൂടി മനസ്സിലാക്കുക. എന്തുകൊണ്ട് അവർ ആ പേര് കൊടുത്തു എന്നും എന്താണ് ആ പേരിന്റെ നെഗറ്റീവ് പോസിറ്റീവ് എന്നും നമുക്കിതിൽ നോക്കാം. ആദികാല പരിചയ പ്രാപ്തികരണം. കൂടാതെ ആദികാലത്തെ കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാക്കാൻ നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിന്ദി സാഹിത്യ ഇതിഹാസ് കരീബ് 1000 വർഷ പുരാനാണ്. ഹിന്ദി സാഹിത്യത്തിന്റെ ഇതിഹാസം എന്ന് നമ്മൾ പറയുന്നത് ഒരു 1000 വർഷത്തിന്റെ ഇടയിലുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 1050 മുതലാണ് ആചാര്യ രാമചന്ദ്ര ശുക്ല ആദികാലത്തെ പറയുന്നത്. 1050 മുതൽ അബദ്ധക്ക് ഏകദേശം 1000 വർഷകാലമാണ് ഇന്ത്യൻ സാഹിത്യത്തിന്റെ ഇതിഹാസത്തെ നമ്മൾ നാലായിട്ട് ആദികാൽ, ഭക്തികാൽ, ജീതികാൽ, ആധുനികാൽ എന്നിങ്ങനെ വിഭാജനം ചെയ്തിട്ടുള്ളത്. अध्ययन की सुविधा के लिए विद्वानों ने 1000 वर्ष को लंबे इतिहास को 4 खंडों में विभाजित किया. അതിപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ആചാര്യന്മാർ ഈ 1000 വർഷത്തെ ഇതിഹാസത്തെ 4 ഖണ്ഡങ്ങളായിട്ട് വിഭാജനം ചെയ്തത്. यह काल विभाजन कोई ऐतिहासिक तत्व के आधार पर नहीं किया है. ഈ കാലങ്ങളിലെ വിഭാജനം ഒരു ചരിത്രപരമായിട്ടോ ശാസ്ത്രീയപരമായിട്ടോ അല്ല അവർ ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടി മാത്രമാണ്? കേവൽ അധ്യയൻ की सुविधा के लिए. പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് അവർ ഇങ്ങനെ 4 കാലങ്ങളായിട്ട് വിഭാജനം ചെയ്തത്. കാല വിഭാജനവും നാമകരണം തഥാ സമയക്രമം पर विद्वानों में मतभेद. ഈ കാലവിഭാജനത്തിലാണെങ്കിലും അതിന്റെ ആദികാലത്തിന് കൊടുത്ത പേരുകളിലാണെങ്കിലും ഓരോ ആചാര്യന്മാർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. किंतु अधिकांश लोगों ने महापंडित आचार्य रामचंद्र शुक्ल के काल विभाजन को स्वीकार कर लिया. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹിന്ദി സാഹിത്യത്തിന്റെ അവസാന വാക്കാരനാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലിന്റെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആചാര്യന്മാരും അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്യാൻ ആദ്യം പോകുന്നത് ഇതിന്റെ ആദികാലത്തിന്റെ ഓരോ വിശേഷതകളെ കുറിച്ചാണ്. आदिकाल के नामकरण का प्रश्न हिंदी साहित्य के इतिहास के विवादास्पद प्रश्नों के एक प्रमुख प्रश्न है. ഈ ആദികാൽ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിരുന്ന അതിന്റെ പേര് തന്നെയാണ്. കാരണം പല ആചാര്യന്മാരും പല പേരുകൾ കൊടുത്തുകൊണ്ട് പല ഭാഷകളിലുള്ള അപഭ്രംശിലുള്ളതുണ്ട്, അവഹണ്ടിയിലുള്ളതുണ്ട്, ഹിന്ദിയിലുള്ളതുണ്ട്, മൈഥിലിയിലുള്ളതുണ്ട്, അങ്ങനെ പല ഭാഷകളിലും പാലി, അപഭ്രംശ, പ്രാകൃത ഇതിലെല്ലാത്തിലുള്ള ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ നാമകരണം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ഒരു വലിയ പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നത്. हिंदी साहित्य के इतिहास के अनेक अधिकारी लेखक विद्वानों ने इस संबंध में अपने अपने भिन्न मत दिए गए. ഹിന്ദി സാഹിത്യത്തിന്റെ ഇതിഹാസത്തിലുള്ള പല ആചാര്യന്മാരും അവരുടെ ഇഷ്ടപ്രകാരം പലതരത്തിലുള്ള പേരുകളാണ് ആദ്യകാലത്തിന് കൊടുത്തിട്ടുള്ളത്. सर्वप्रथम मिश्र बंधुओं ने अपने मिश्र बंधु विनेद नामक
ग्रंथ में विवेच काल को आदिकाल के नाम से पुकारा. ആദ്യമായിട്ട് മിശ്രബന്ധുക്കൾ അവരുടെ ഗ്രന്ഥമായ ഇതിഹാസ ഗ്രന്ഥമായ മിശ്രബന്ധു വിനോദിൽ എന്ത് പേര് കൊടുത്തു? വിവേച് കാൽക്കോ ആദികാൽ എന്നാണ്. നമ്മൾ ആദികാലം മാത്രമല്ല പ്രാരംഭിക എന്നൊരു പേരും മിശ്രബന്ധുക്കൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. किंतु आचार्य शुक्ल ने इस युग में वीरगाथाओं की प्रमुखता को ध्यान में रखकर इसे वीरगाथा काल के नाम से अभिहित किया. മുകളിൽ കൊടുത്തിരിക്കുന്നത് പോലെ മിശ്രബന്ധുക്കൾ ആദികാലം എന്ന പേര് കൊടുത്തെന്ന് നമ്മൾ കരുതരുത്, ആരംഭിക്കാൽ തന്നെയാണെന്ന് മനസ്സിലാക്കണം. കൂടാതെ ആരാണ് പിന്നീട് ആചാര്യ രാമചന്ദ്ര ശുക്ല ആ കാലഘട്ടത്തിലെ വീരാത്മക പ്രധാനമായ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി വീരഗാഥാകാൽ എന്ന് പേര് കൊടുത്തു. शुक्ल जी के नामकरण के संबंध में 3 प्रमुख बातें पर ध्यान देना आवश्यक है. ഈ ശുക്ലജിയെ കുറിച്ച് നമ്മൾ പറയുകയാണ്. അദ്ദേഹം കൊടുത്ത വീരഗാഥാ കാൽ എന്ന നാമകരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം വീരഗാഥാത്മക ഗ്രന്ഥോക്കി പ്രചുരത. അദ്ദേഹം ആ പേര് കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ വീരരസ പ്രധാനമുള്ള സാഹിത്യ കൃതികളാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം. जैन आचार्यों द्वारा विरचित प्राचीन ग्रंथों को धार्मिक साहित्य घोषित करके उसे रचनात्मक साहित्य की परिधि में निकाल देना. പിന്നെ അദ്ദേഹം ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1050 തൊട്ടാണ് ആദ്യകാലത്തിന്റെ കാലഘട്ടമായി പറയുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന സിദ്ധ ജൈന നാഥ സമ്പ്രദായത്തിലുള്ള സാഹിത്യങ്ങളെയോ അത് രചിക്കപ്പെട്ട കവികളെയോ അദ്ദേഹം ആദ്യകാലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. അദ്ദേഹം അതിനെ വേറൊരു ധാരയിലാണ് ഉൾപ്പെടുത്തിയത്. ആദ്യകാലത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കി. മൂന്നാമത്തെ കാര്യം रचनाओं में भिन्न भिन्न विषयों पर फुटकर दोहे मिलते हैं किंतु उनसे किसी विशेष प्रवृत्ति का निर्माण न हो सकता है. കൂടാതെ ആ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള വിഷയത്തെക്കുറിച്ചുള്ള ദോഹകൾ ഉണ്ടായിരുന്നു. ഈ ദോഹ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 വരികളുള്ള ചെറിയ കാവ്യങ്ങളാണ്. ആ 2 വരിയിൽ വളരെ വലിയ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. കബീറിന്റെ ദോഹ, തുളസീദാസിന്റെ ദോഹ, സർഹപ്പയുടെ ദോഹ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ദോഹകളിൽ പല ഒരു വിഷയത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടല്ല ദോഹകൾ വന്നിരുന്നത്. ഓരോ ദോഹകളും മുക്തക രചനകളായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെയും ഈ ദോഹകളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആദ്യകാലത്തിലുണ്ടായിരുന്ന പ്രാചീന ദോഹകളെയും അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആദികാൽ के नामकरण से संबंधित विद्वानों का मत एवं मतभेद. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ആദികാലത്തിന് കൊടുത്തിരിക്കുന്ന വിവിധ തരത്തിലുള്ള പേരുകളെ കുറിച്ച് ഓരോ ആചാര്യന്മാരുടെ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളെയുമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദികാലത്തിന്റെ നാമകരണം നമ്മൾ 1050 മുതൽ 1375 വരെയാണെന്ന് പറഞ്ഞു. ഹിന്ദി സാഹിത്യ का आदिकाल 1050 से 1375 तक था. दलपति विजय कृत घुमान रासो जिसका रचना काल 20 से 1190 माना गया है. यहाँ हिंदी साहित्य का प्रारंभिक काल का आरंभ माना गया है. ഇതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ദളപതി വിജയ് എഴുതിയ ഹുമാൻ രാസോ എന്ന് പറയുന്ന ആദ്യകാലത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു രചനയാണ്. ഇതൊരു രാസോ ഗ്രന്ഥമാണ്. ഇത് 1190 രചിക്കപ്പെട്ടത്. महापंडित जॉर्ज ग्रियर्सन ने आदिकाल को चारणकाल नाम दिया है. ഈ മഹാപണ്ഡിതനായ ജോർജ് ഗ്രിയർസൺ നമ്മൾ മുന്നേ പറഞ്ഞത് മോഡേൺ വെർണക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാനി എന്ന ഇതിഹാസ ഗ്രന്ഥം എഴുതിയ ജോർജ് ഗ്രിയർസൺ ആദ്യകാലത്തിന് ചാരൺകാൽ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഈ ജോർജ് ഗ്രിയർസൺ പേര് കൊടുത്തത് ചാരൺകാൽ എന്തുകൊണ്ടാണ്? അന്ന് ആദ്യകാലത്തിൽ ചാരൻ എന്നും ഭാട്ട് എന്നും 2 വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അവരുടെ സഹായത്തോടെയാണ് അന്ന് സാഹിത്യ രചനകൾ നിർവഹിച്ചിരുന്നത്. ഈ ചാരൺകാലിന് പേര് കൊടുക്കാൻ മറ്റൊരു റീസൺ കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നുണ്ടായിരുന്ന കവികളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു, അവരൊക്കെ രാജാക്കന്മാരുടെ ആശ്രിതരായിരുന്നു, ദർബാർ കവികളായിരുന്നു. അതുകൊണ്ടും അതിന് ചാരൺകാൽ എന്നൊരു പേര് വന്നിട്ടുണ്ട്. ഇനി മിശ്രബന്ധുവിനെ ഇസ്കാ കാൽ കാ നാമ പ്രാരംഭിക കാൽ. ഇത് നമ്മൾ മിശ്രബന്ധു വിനോദിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അവരിതിന് എന്താണ് പേര് കൊടുത്തത്? ഈ പ്രാരംഭിക കാൽ, തുടക്കത്തിലുള്ള കാലം എന്ന അർത്ഥം വരുന്ന പ്രാരംഭിക കാൽ എന്നാണ് അവര് പേര് കൊടുത്തത്. ആചാര്യ രാമചന്ദ്ര ശുക്ലിനെ ഇസ് കാൽ കാ നാം വീരഗാഥാ കാൽ എന്ന് പേര്. ആചാര്യ രാമചന്ദ്ര ശുക്ലാണ് ഈ കാലഘട്ടത്തിന് വീരഗാഥാകാൽ എന്ന്, വീരരസങ്ങൾ തുളുമ്പുന്ന കഥകളുള്ള കാലം എന്ന അർത്ഥം വരുന്ന വീരഗാഥാകാൽ എന്ന് പേര് കൊടുത്തത്.
आचार्य महावीर प्रसाद द्विवेदी ने मत में एक काल बीज वपन काल है. ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദി എന്താണ് ഈ കാലഘട്ടത്തിന് പേര് കൊടുത്തത്? ബീജ് വപൻ കാൽ എന്നാണ് പേര്. ബീജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത്, വിത്തിടുന്ന കാലം, തുടക്കത്തിലുള്ള കാലം എന്നാണ്. അത് ഇന്ത്യ സാഹിത്യത്തിന്റെ വിത്തിട്ട കാലമാണ് ഇത് ആദികാലം. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പേര് കൊടുത്തത്. इस काल को सामंत काल नाम देकर राहुल संस्कृतियाय ने अपना मत प्रकट किया. രാഹുൽ സംസ്കൃതിയായ എന്ത് പേരാ കൊടുത്തത്? സാമന്ത് കാൽ എന്നാണ് അദ്ദേഹം അതിന് പേര് കൊടുത്തത്. ഡോക്ടർ രാംകുമാർ വർമ്മ के मत में एक संधि काल है. രാംകുമാർ വർമ്മ ഇതിന് എന്താണ് പേര് കൊടുത്തത്? സന്ധി കാൽ എന്ന പേരാണ് കൊടുത്തത്. ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി ने इस काल को ആദികാൽ. ശരിക്കും ആദികാൽ എന്നൊരു പേര് ഈ ആദികാലത്തിന് കൊടുത്തത് ആരാണ്? ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് ആദികാലം. ഇപ്പോഴും നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ ആദികാലം എന്നാണ്, വീരഗാഥാകാലം എന്ന് നമ്മൾ പറയാറില്ല. അത് ആ ഒരു പേര് ആദികാലം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഹസാരി പ്രസാദ് ദ്വിവേദി ആണ്. जिस प्रायतः सभी विद्वानों ने स्वीकृति. ഇതാണ് ഇത്തരത്തിലാണ് വിദ്വാൻമാർ. അപ്പൊ ഇത് ഈ പേരുകൾ നമ്മൾ കറക്റ്റ് പഠിക്കണം. കാരണം വിവിധ നാമകരണങ്ങളും ആരൊക്കെ കൊടുത്തു എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാം. ഹസാരി പ്രസാദ് ദ്വിവേദി എന്താണ് ആദ്യകാലത്തിന് പേര് കൊടുത്തതെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്ത് പേരാണ് കൊടുത്തത് എന്നുള്ളത് കറക്റ്റ് പഠിക്കണം. ആദികാൽ കാ നാമകരണം ഇനി അതിനെക്കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. ആചാര്യ രാമചന്ദ്ര ശുക്ല വീരഗാഥാകാൽ വീരഭാവ की प्रवृत्ति के कारण. നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തതാണ്. വീരപ്രവൃത്തിയിലുള്ള കൃതികൾ മുഖാന്തരം അദ്ദേഹം വീരഗാഥാകാൽ എന്ന പേര് കൊടുത്തു. ഡോക്ടർ രാംകുമാർ വർമ്മ ചാരൻകാൽ. ഡോക്ടർ രാംകുമാർ വർമ്മ കൊടുത്ത പേര് എന്താണ്? ചാരൻകാൽ എന്നാണ്. ചാരൻ യാ ഭാണ്ഡോ के द्वारा रचित कृतियों के कारण. അത് നമ്മൾ ഇതിനെ നേരത്തെ പോർഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ചാരന്മാരും ഭാണ്ഡുകളും അവരുടെ സഹായത്താൽ രചിക്കപ്പെട്ട കൃതികളുടെ അടിസ്ഥാനത്തിലാണ് രാംകുമാർ വർമ്മ ആ പേര് കൊടുത്തത്. इसमें कालों में विभक्त किया है. ഈ രാംകുമാർ വർമ്മ ചാരൻകാലിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സന്ധികാൽ എന്നും ചാരൻകാൽ എന്നും. ഇതിലെ സന്ധികാൽ എന്ന് പറയുന്നത് 750 से 1000 तक. പിന്നെ ചാരൻകാൽ को 1000 से 1100-1300 से माना गया जाता है. ഈ സന്ധികാലം ചാരണകാലം ചേർന്നതാണ് രാംകുമാർ വർമ്മയുടെ ആദികാലം എന്ന് പറയുന്നത്. ഇതിലെ സന്ധികാൽ എന്ന് പറയുന്നത് സിദ്ധ്, നാദ്, ജൈന ആ ഒരു കാലഘട്ടത്തെ കൃതികളും ചാരൻകാൽ എന്ന് പറയുന്നത് 1050 മുതലുള്ള കാലഘട്ടത്തെയുമാണ് പറയുന്നത്. रामकुमार वर्मा ने कहा कि इस काल के अधिसंख्या कवि चारण थे, अतः चारणकाल नाम ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് ഇതിന് ചാരൻകാൽ എന്ന പേര് കൊടുത്തതെന്ന് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലെ അധികം കവികളും ചാരൻ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവരാണ്, അതുകൊണ്ടാണ് അതിന് ആ പേര് കൊടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ സംസ്കൃതിയായ സിദ്ധ സാമന്ത യുഗ് എന്ന പേര് കൊടുക്കാനുള്ള കാരണം ഇതിൽ പറയുന്നത് സാഹിത്യമേ സിദ്ധോं की वाणी और सामंतों की ശ്രുതി കാ പ്രാധാന്യ के कारण. രാഹുൽ സംസ്കൃതിയാണ് നമ്മൾ ഇന്ത്യ സാഹിത്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 84 സിദ്ധന്മാരെ കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്ത് അത് സിദ്ധന്മാരെ കുറിച്ച് കൂടുതൽ പഠനം നടത്തിയ ആളാണ് രാഹുൽ സംസ്കൃതിയായ. ഇന്ത്യയിലെ ആദ്യത്തെ കവി സർഹപ്പയാണ് എന്ന് പറഞ്ഞതും രാഹുൽ സംസ്കൃതിയാണ്. അദ്ദേഹം ഈ പേര് കൊടുക്കാൻ കാരണം സാഹിത്യത്തിലുള്ള സിദ്ധന്മാരും അതുപോലെ അതിലുള്ള സാമന്തോക്കെ സ്മൃതിക്ക് കാര്യം സിദ്ധന്മാരുടെയും അവരുടെ ഭാഷയാണ് സാമന്ത ഭാഷ. അതിനെ ആധാരമാക്കിയിട്ടാണ് അദ്ദേഹം ഇതിന് എന്ത് പേര് കൊടുത്തത്? സിദ്ധ സാമന്ത് കാൽ എന്ന് പേര് കൊടുത്തത്. മഹാവീർ പ്രസാദ് ദ്വിവേദി എന്ത് പേര് കൊടുത്തത്? ബീജ് വപൻ കാൽ എന്നാണ് പേര് കൊടുത്തത്. ആചാര്യ महावीर प्रसाद द्विवेदी ने प्रारंभिक युग की प्रवृत्तिगत विविधताओं को देखते हुए उसे बीज वपन काल का अभिहित किया. അദ്ദേഹം ഈ പേര് കൊടുക്കാനുള്ള കാരണം ഹിന്ദി സാഹിത്യത്തിന്റെ തുടക്കം, അതായത് ബീജ് എന്ന് പറയുമ്പോൾ വിത്ത്, ഒരു വിത്ത് ഇട്ടിട്ടല്ലേ അതിൽ നിന്നല്ലേ ഒരു വൃക്ഷം ഉണ്ടാകുന്നത്. ഇന്ത്യ സാഹിത്യം എന്ന വൃക്ഷം ഉണ്ടാകുന്നതിന് വിത്തിട്ട കാലമാണ് ഏത്? ആദികാലം എന്ന് പറയുന്നത്. അദ്ദേഹം അതുകൊണ്ടാണ് അതിനെന്ത് ബീജ് വപൻ കാൽ എന്ന് പേര് കൊടുത്തത്. द्विवेदी जी का मतलब यही था कि हिंदी भाषा के साहित्य के विकास का बीज इसी युग में बोया गया है. നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് ഈ കാലത്താണ് ഹിന്ദി സാഹിത്യത്തിന്റെ വിത്ത് ഇട്ടത്. किंतु पर्वती विद्वानों को यह नाम स्वीकार नहीं हुआ. പക്ഷേ ഭൂരിഭാഗം ആചാര്യന്മാർക്കും ഈ ഒരു പേര് സ്വീകരിക്കാൻ സാധിച്ചില്ല. ഡോക്ടർ ഹസാരി പ്രസാദ് ദ്വിവേദി എന്ന് പേര് കൊടുത്തത് നമ്മൾ എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദികാൽ എന്ന
പേര് കൊടുത്തത് डॉक्टर हजारी प्रसाद द्विवेदी ആണ്. आचार्य हजारी प्रसाद द्विवेदी ने प्रारंभिक युग को दिए विभिन्न नामों का विस्तृत विवेचन किया तथा उन्होंने समय के आधार पर इस युग का नामकरण करने का सुझाव दिया और उन्होंने मिस्र बंधुओं द्वारा प्रदत्त आदिकाल नाम को ही अधिक उपयुक्त माना. आचार्य हजारी प्रसाद द्विवेദിനെ എല്ലാ ആചാര്യന്മാരും കൊടുത്ത നാമങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാവരും നോക്കിയിട്ടും അദ്ദേഹത്തിന് ഇതിൽ നിന്ന് മനസ്സിലായത് ഇതിൽ ഏറ്റവും അനുയോജ്യമായ പേര് ആദികാൽ എന്ന് തന്നെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായതുകൊണ്ട് അദ്ദേഹം അതിന് എന്ത് പേര് കൊടുത്തു? ആദികാൽ എന്ന പേര് കൊടുത്തു. അതാണ് ഇന്നും എല്ലാവരും ഉപയോഗിക്കുന്നത്. प्रारंभिक काल में मिस्र बंधुक्കൾ आरंभिक काल എന്നും प्रारंभिक काल എന്നും രണ്ട് പേര് കൊടുത്തിട്ടുണ്ട്. प्रारंभिक काल में कौन कौन सी प्रामाणिक रचनाएं हैं जो भाषा की दृष्टि से प्रारंभिक हिंदी के आधार पर ही इस काल की सीमा एवं नामकरण की निर्णय किया जा सकता है. മിസ്ര ബന്ധുക്കൾ പറഞ്ഞു ഒരു സാഹിത്യത്തിന്റെ തുടക്കം കുറിച്ച കാലഘട്ടമായതുകൊണ്ട് തന്നെ അവരിതിനെ പ്രാരംഭിക കാൽ എന്ന് പേര് കൊടുത്തു. ആദികാൽ को प्रारंभिक काल की संख्या से അഭിഹിത കർണ അധിക ഉചിത് ഹെ. ആദികാലത്തെ അതുകൊണ്ട് എല്ലാത്തിനും തുടക്കം കുറിച്ച കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും അനുയോജ്യമായ പേര് പ്രാരംഭിക കാൽ എന്നാണ് എന്ന് അദ്ദേഹത്തിന്റെ ഇതിഹാസ ഗ്രന്ഥമായ മിസ്ര ബന്ധു വിനോദിൽ മിസ്ര ബന്ധുക്കൾ എഴുതി. ഇതിൽ നിന്ന് നമ്മൾ മിസ്ര ബന്ധുക്കൾ പറഞ്ഞതും നോക്കിക്കഴിഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഇതിൽ എന്തൊക്കെയാ പറഞ്ഞത് വെച്ചാൽ ഹിന്ദി സാഹിത്യത്തിലെ ഇതിഹാസിക്കർ പ്രാരംഭിക കാലക്കോ ആദ്യകാലക്കാലത്ത് ഹിന്ദി സാഹിത്യത്തിലെ ഇതിഹാസത്തിലെ ആദ്യകാലത്തെ നമ്മൾ എന്ത് പറയുന്നു? പ്രാരംഭിക കാൽ എന്ന് പറയുന്നു. ആചാര്യ രാമചന്ദ്ര ശുക്ലജിനെ अपने ഇതിഹാസ ഗ്രന്ഥം में इस काल का नाम वीरगाथा काल दिया है. ആചാര്യ രാമചന്ദ്ര ശുക്ല എന്ന പേരാണ് കൊടുത്തത്. വീരഗാഥാ കാൽ എന്ന പേരാണ് കൊടുത്തത്. വീരഗാഥാ കാൽ, ചാരൺ കാൽ, സന്ധി കാൽ, സിദ്ധ സാമന്ത് കാൽ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇത് ആരാണ് പറഞ്ഞതെന്നും ആ ഒരു പേര് നമ്മുടെ മനസ്സിലേക്ക് വരണം. കാരണം വ്യത്യസ്തമായ ധാരാളം പേരുകളുണ്ട്. ഏത് ആചാര്യനാണ് പറഞ്ഞത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. കൂടാതെ ആദി നാമം ഇത്രയും പേരുകൾ ഉണ്ടെങ്കിൽ കൂടി ലേക്കിൻ ആദികാൽ നാം ഹി സർവപ്രഥ ഉപയുക്ത മാനാ ഗയാ ഹൈ. പക്ഷെ ഇതിൽ എത്ര പേരുകൾ ഉണ്ടെങ്കിലും എല്ലാവരും ഇന്നും ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ പേര് എന്ന് പറയുന്നത് ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി നൽകിയ ആദികാൽ എന്ന പേര് തന്നെയാണ്. ഈ ഒരു പേരാണ് ഇന്നും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യകാലത്തിലെ വിവിധ നാമകരണം ഏതൊക്കെ ആചാര്യന്മാരാണ് കൊടുത്തത് എന്നും അത് കൊടുക്കാനുള്ള കാരണം എന്താണ് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള പാഠം വളരെ ചെറുതാണെങ്കിലും ടോപ്പിക്സ് ധാരാളം ഉണ്ട്. ഇതിൽ 1 വേർഡും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എസ്സേ വരെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓരോ പാഠങ്ങളും കണ്ടിന്യൂസ് ആണ്. ഒന്നിൽ നിന്ന് ഒന്ന് കണ്ടുപോകുമ്പോൾ ഒരു പാഠം നമുക്ക് ഇതിൽ സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം അപ്പൊ നമുക്ക് ഫ്ലോയിൽ നമുക്കൊരു എസ്സേ എഴുതാൻ പറയുമ്പോൾ നമുക്ക് എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ പാഠങ്ങളും സ്കിപ്പ് ചെയ്യാതെ നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക് യു.